2010കളിലെ മനയ്ക്കപ്പടി ഗ്രാമം പുലരിയുടെ നേർത്ത തണുപ്പിൽ നിന്നും പതിയെ കണ്ണു തുറക്കുകയായിരുന്നു. നിളയുടെ ഓരത്തു നിന്നും പുഴയുടെ ആത്മാവ് പോലെ കോടമഞ്ഞുയർന്നു പൊങ്ങി ഗ്രാമത്തിലെ നെൽപ്പാടങ്ങളെയും തെങ്ങിൻതോപ്പുകളെയും ഒരു വെള്ളപ്പുടവ കൊണ്ട് മൂടി. അമ്പലത്തിൽ നിന്നും സുപ്രഭാതത്തിന്റെ നേർത്ത ശീലുകൾ കാറ്റിലൊഴുകിയെത്തി. ഗ്രാമത്തിന്റെ ഹൃദയമായ നാൽക്കവലയിലെ ശാരദേട്ടന്റെ ചായക്കടയിൽ നിന്നും ആവി പറക്കുന്ന പുട്ടിന്റെയും ഉഴുന്നുവടയുടെയും കടുപ്പമുള്ള ചായയുടെയും സമ്മിശ്രഗന്ധം പ്രഭാതത്തിന്റെ വിശുദ്ധിയിലേക്ക് അലിഞ്ഞുചേർന്നു. എന്നാൽ ഈ പ്രശാന്തമായ ഉണർവുകളൊന്നും അജയ് വർമ്മ എന്ന അജുവിന്റെ ലോകത്തിന്റെ ഭാഗമായിരുന്നില്ല. അവന്റെ ലോകം മനയ്ക്കപ്പടി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പൊടിമണ്ണ് നിറഞ്ഞ വിശാലമായ ഗ്രൗണ്ടിൽ ഒതുങ്ങിയിരുന്നു. അവിടെ ഒരു പഴയ ഫുട്ബോളിന് പിന്നാലെ പാഞ്ഞു കയറുമ്പോൾ കിതപ്പിൽ കലരുന്ന ആവേശവും ഗോൾവല കുലുങ്ങുമ്പോഴുള്ള കൂട്ടുകാരുടെ ആരവങ്ങളുമായിരുന്നു അവന്റെ പ്രാണവായു. 10ാം ക്ലാസ്സിലെ കണക്കുപുസ്തകത്തിലെ ബീജഗണിത സമവാക്യങ്ങൾ അവനൊരു പേടി സ്വപ്നമായിരുന്നു. അക്ഷരങ്ങളും അക്കങ്ങളും കൂടിക്കുഴഞ്ഞ് തലച്ചോറിനെ മരവിപ്പിക്കുന്ന ആ കറുത്ത ലോകത്തോട് അവൻ അടങ്ങാത്ത വെറുപ്പായിരുന്നു. എന്നാൽ കാൽപന്തുകളിയുടെ തന്ത്രങ്ങൾ മെനയുന്നതിൽ അവൻ മിടുക്കനായിരുന്നു. ഓരോ പാസിലും ഓരോ വെട്ടിമാറലിലും അവൻ പൊതാന്റെ അസ്തിത്വം കണ്ടെത്തി. പഠനത്തിൽ മാർക്കുകൾ കുറയുന്തോറും വീട്ടിൽ നിന്നും ഉയരുന്ന ശകാരങ്ങൾ അവന്റെ ഉള്ളിലെ വാശിയും ദേഷ്യവും വർദ്ധിപ്പിച്ചു. അച്ഛൻ ഗൾഫിലായിരുന്നു. മാസത്തിലൊരിക്കൽ വരുന്ന കത്തുകളിലെ സ്നേഹം മണക്കുന്ന വാക്കുകളിലും വല്ലപ്പോഴും മാത്രമെത്തുന്ന ഫോൺ വിളികളിലെ ഗൗരവം നിറഞ്ഞ ശബ്ദത്തിലും അവൻ അച്ഛനെ അറിഞ്ഞു. ആ ബന്ധത്തിൽ എപ്പോഴും ഒരുതരം അകൽച്ചയുടെ നേർത്ത മറയുണ്ടായിരുന്നു. അമ്മ ലക്ഷ്മിക്ക് അവനൊരു തീരാ ആധിയായിരുന്നു. അന്നും രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അവർ നിറകണ്ണുകളോടെ പറഞ്ഞു, "എന്റെ കുട്ടി, ഈ ഓട്ടവും ചാട്ടവും മാത്രം പോരാ, പഠിക്കണം. നല്ലൊരു മാർക്ക് വാങ്ങി ജയിച്ചാലേ ഒരു ഗതിയുള്ള ജോലി കിട്ടൂ" എന്നവർ സ്നേഹത്തിൽ പൊതിഞ്ഞു പറയുമ്പോൾ അവനതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ പുറത്തേക്ക് ഓടിമറയും. കൂട്ടുകാരുടെ മുന്നിൽ, ഹീറോ ആകാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തിനു മുന്നിൽ അമ്മയുടെ കണ്ണുനീരിന് വിലയില്ലാതായി. അന്നാണ് ഒരു തിങ്കളാഴ്ച രാവിലെ വിജയൻ മാഷ് കണക്കു പഠിപ്പിക്കാനായി ആ സ്കൂളിലേക്ക് സ്ഥലം മാറി വരുന്നത്. ഗൗരവം കട്ടപിടിച്ച മുഖം, ക്ലാസ് മുറിയെ പ്രകമ്പനം കൊള്ളിക്കാൻ പോന്ന കനത്ത ശബ്ദം, മുടികൊഴിഞ്ഞ് കയറിയ നെറ്റിത്തടം, കട്ടിക്കണ്ടടയ്ക്കു പിന്നിൽ ആരെയും തുളച്ചുതേറാൻ പോന്ന തീക്ഷ്ണമായ കണ്ണുകൾ. ആദ്യ കാഴ്ചയിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ അദ്ദേഹം ഭയത്തിന്റെ ഒരു വിത്തുപാകി. ഗണിതശാസ്ത്രം പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവവും, കൃത്യതയും കണിശതയും. തെറ്റിയാൽ ക്ഷമ എന്ന വാക്ക് അദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ ഉണ്ടായിരുന്നില്ല. വിജയൻ മാഷ് തന്റെ പഴയ കറുത്ത ബജാജ് ചേതക് സ്കൂട്ടറിൽ വന്നിറങ്ങുമ്പോൾ സ്കൂൾ വരാന്ത അസാധാരണമായി നിശബ്ദമാകുമായിരുന്നു. വിജയൻ മാഷിന്റെ ക്ലാസ് ഒരു പട്ടാളച്ചിട്ടയുടെ കീഴിലായിരുന്നു. അദ്ദേഹത്തിന്റെ വരവോടെ സ്കൂളിന്റെ അതുവരെയുണ്ടായിരുന്ന അലസമായ രീതികൾക്ക് കാര്യമായ മാറ്റങ്ങൾ വന്നു. കുട്ടികൾക്കിടയിലെ അടക്കിപ്പിടിച്ച സംസാരങ്ങൾ നിലച്ചു. വരാന്തയിലൂടെയുള്ള അലക്ഷ്യമായ നടത്തം അവസാനിച്ചു. എന്നാൽ അജുവിന് ഈ പുതിയ നിയമങ്ങൾ ഒരു ചങ്ങല പോലെ തോന്നി. അവന്റെ സ്വാതന്ത്ര്യത്തിനു മുകളിൽ വീണ ഒരു കരിനിഴലായിരുന്നു വിജയൻ മാഷ്. പതിവുപോലെ അന്നും ഫുട്ബോൾ കളി കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ആദ്യത്തെ പിരീഡിലേക്ക് അവൻ കിതച്ചോടിയെത്തുമ്പോൾ ക്ലാസ് തുടങ്ങിയിരുന്നു. വിജയൻ മാഷ് ബോർഡിൽ എന്തോ ഒരു കണക്ക് വിശദീകരിക്കുകയായിരുന്നു. അജു അനുവാദം ചോദിക്കാതെ ക്ലാസ്സിലേക്ക് കയറി തന്റെ ബെഞ്ചിൽ ചെന്നിരുന്നു. "അജയ് വർമ്മ!" വിജയൻ മാഷിന്റെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ ക്ലാസ്സിൽ നിറഞ്ഞു. എഴുതിക്കൊണ്ടിരുന്ന ചോക്കക്കഷ്ണം മേശപ്പുറത്തേക്കിട്ട് അദ്ദേഹം അവനെ നേരെ തിരിഞ്ഞു. ക്ലാസ്സിലെ 70 കുട്ടികളുടെയും കണ്ണുകൾ അവനെ നേരെയായിരുന്നു. "സമയം എത്രയായെന്നറിയാമോ തനിക്ക്?" മാഷ് ചോദിച്ചു. അജു തലകുനിച്ചു നിന്നു. "നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? കളിച്ചു നടക്കാനാണെങ്കിൽ പുറത്ത് ഗ്രൗണ്ട് വിശാലമായി കിടപ്പുണ്ട്. ഇവിടെ കണക്ക് പഠിക്കാൻ താൽപ്പര്യമുള്ളവരിരുന്നാൽ മതി." കുട്ടികൾക്കിടയിലെ ഒരു അടക്കിപ്പിടിച്ച സംസാരമുയർന്നു. അത് ചുട്ടുവഴുപ്പിച്ച ഇരുമ്പുതണ്ടുകൾ ചെവിയിലേക്ക് തുളച്ചു കയറുന്നതുപോലെ അവന് തോന്നി. അപമാനഭാരം കൊണ്ട് അവന്റെ മുഖം വിവർണമായി, കണ്ണുകൾ നിറഞ്ഞു. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. കണക്കിനോടുള്ള വിരക്തി കാരണം പലപ്പോഴും അവൻ ക്ലാസ്സിലിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് തന്റെ പ്രിയപ്പെട്ട ഗ്രൗണ്ടിലേക്ക് നോക്കിയിരിക്കും. ഓരോ തവണയും വിജയൻ മാഷിന്റെ കണ്ണുകൾ അത് കൃത്യമായി പിടിച്ചെടുത്തു. ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയാനാവാതെ നിൽക്കുമ്പോൾ, "ഫുട്ബോൾ കളിക്കുന്ന ആവേശം കണക്കിനുണ്ടായിരുന്നെങ്കിൽ നീ രക്ഷപ്പെട്ടേനെ" എന്ന് പറഞ്ഞ് അദ്ദേഹം അവനെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസപാത്രമാക്കി. ഓരോ പരിഹാസവും അവന്റെ ഉള്ളിലെ മാഷിനോടുള്ള ദേഷ്യത്തെ ആളിക്കത്തിച്ചു. അവന്റെ ഹൃദയത്തിൽ പകയുടെ കനലുകൾ പതിയെ എരിഞ്ഞു തുടങ്ങിയിരുന്നു. അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അവസാനത്തെ പിരീഡ് കണക്കായിരുന്നു. പുറത്ത് ആകാശം കറുത്തിരുണ്ട്
ശക്തമായ മഴ തകർത്തു പെയ്യുന്നുണ്ടായിരുന്നു. ക്ലാസ് മുറിയിലെ മടുപ്പിക്കുന്ന നിശബ്ദതയിലേക്ക് മഴയുടെ ആരവം അരിച്ചിറങ്ങി. ബോർഡിലെ അക്കങ്ങൾ അവ്യക്തമായ രൂപങ്ങളായി അജുവിന് തോന്നി. അവന്റെ ശ്രദ്ധ എങ്ങോ പാറി പറക്കുകയായിരുന്നു. പിന്നിലെ ബെഞ്ചിലിരുന്ന ഉറ്റ ചങ്ങാതിയായ രതീഷ് എന്തോ തമാശ പറഞ്ഞപ്പോൾ അജു സ്വയം മറന്ന് ചിരിച്ചുപോയി. ആ ചിരിയായിരുന്നു കാട്ടുതീക്ക് കാരണമായത്. വിജയൻ മാഷിന്റെ കണ്ണുകൾ ഒരു മിന്നൽ പിണർ പോലെ അവർക്ക് നേരെ പാഞ്ഞെത്തി. "നിങ്ങൾക്കെന്താടാ അവിടെ ഇത്ര ഇളക്കം?" ഗൗരവം നിറഞ്ഞ ശബ്ദം ക്ലാസ്സിൽ മുഴങ്ങി. രതീഷ് പേടിച്ച് തലതാഴ്ത്തി. എന്നാൽ അജുവിന്റെ മുഖത്ത് അപ്പോഴും ഒരുതരം നിസ്സംഗതയായിരുന്നു. അത് മാഷെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അദ്ദേഹത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. മേശപ്പുറത്തിരുന്ന ചൂരൽ വായുവിൽ ഒരു സീൽക്കാര ശബ്ദം പുറപ്പെടുവിച്ചു. "ഇറങ്ങി വാടാ ഇങ്ങോട്ട്!" മാഷ് അലറി. അജു വിറയ്ക്കുന്ന കാലുകളോടെയാണെങ്കിലും ഭാവവ്യത്യാസമില്ലാതെ മുന്നോട്ടു ചെന്നു. അവന്റെ ഉള്ളിൽ ഭയത്തിനപ്പുറം തിളച്ചുമറിയുന്ന വാശിയായിരുന്നു. മാഷ് അവന്റെ കൈവെള്ളം നീട്ടാൻ ആവശ്യപ്പെട്ടു. അവൻ മടിച്ചില്ല. 1, 2, 3, 4. ഓരോ അടിക്കും അവന്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. കൈവെള്ളയിൽ തീകോരിയിട്ട പോലത്തെ വേദന. പക്ഷെ അവന്റെ കണ്ണുകൾ നിറഞ്ഞതല്ലാതെ ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് വന്നില്ല. ഓരോ അടിക്കും പ്രതികാരം ചെയ്യാനുള്ള അവന്റെ തീരുമാനം കൂടുതൽ ഉറയ്ക്കുകയായിരുന്നു. "പൊയ്ക്കോ" എന്ന് മാഷ് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ മനസ്സിൽ കുറിച്ചു, "ഈ അടി മാഷിക്ക് ഞാൻ പാലിശ സഹിതം തിരിച്ചു തരും." അവന്റെ കൈവെള്ളയിലെ ചുവന്ന പാടുകളേക്കാൾ ആഴത്തിൽ ആ വാക്കുകൾ അവന്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു. അന്ന് വൈകുന്നേരം സ്കൂള് വിട്ടിട്ടും അജു വീട്ടിലേക്ക് പോയില്ല. അവന്റെ മനസ്സ് ഒരു അഗ്നിപർവ്വതം പോലെ പുകയുകയായിരുന്നു. പ്രതികാരം ചെയ്യാനുള്ള വഴികൾ മാത്രം അവൻ ചിന്തിച്ചു. ഉറ്റ സുഹൃത്തായ സൂരജ് അവന്റെ മുഖഭാവം കണ്ട് കാര്യം തിരക്കി. എല്ലാം അറിഞ്ഞപ്പോൾ അവൻ അജുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. "വേണ്ട അജു, മാഷല്ലേ, നമ്മുടെ നന്മയ്ക്കു വേണ്ടിയല്ലേ അടിച്ചത്. നമ്മൾ വെറുതെ പ്രശ്നമുണ്ടാക്കി കൂടുതൽ വഷളാക്കണ്ട." "നന്മയ്ക്കോ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു മൃഗത്തെപ്പോലെ തല്ലിയിട്ട് നന്മ. ഇതിനൊരു മറുപടി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ?" അജുവിന്റെ കണ്ണുകളിൽ രോഷം ജ്വലിച്ചു. സൂരജിന്റെ ഉപദേശങ്ങൾ ഒന്നും അവന്റെ ചെവിയിൽ കയറിയില്ല. നേരം ഇരുട്ടി. സ്കൂളും പരിസരവും വിജനമായി. അവൻ പതുക്കെ സ്കൂളിന്റെ പിന്നാമ്പുറത്തേക്ക് നടന്നു. അവിടെയാണ് അധ്യാപകർ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത്. നിലാവിന്റെ നേർത്ത വെളിച്ചത്തിൽ വിജയൻ മാഷിന്റെ പഴഞ്ചൻ കറുത്ത ബജാജ് ചെയ്ത സ്കൂട്ടർ അവൻ തിരിച്ചറിഞ്ഞു. പോക്കറ്റിൽ കരുതിയിരുന്ന ഒരു വലിയ ആണി പുറത്തെടുത്തു. അവന്റെ ഹൃദയം പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം പിന്തിരിഞ്ഞാലോ എന്ന് ചിന്തിച്ചെങ്കിലും കൈവെള്ളയിൽ നീറുന്ന വേദന അവനെ മുന്നോട്ട് നയിച്ചു. അവൻ കുനിഞ്ഞിരുന്ന സ്കൂട്ടറിന്റെ 2 ടയറുകളുടെയും വാൽവുകളിൽ ആണി കുത്തിയിറക്കി. ചീറ്റുന്ന പാമ്പിനെപ്പോലെ കാറ്റ് പുറത്തേക്ക് പാഞ്ഞു. എന്നിട്ടും അവന്റെ ദേഷ്യം തീർന്നില്ല. നിലത്ത് കിടന്നൊരു കല്ലെടുത്ത് ഹെഡ്ലൈറ്റിന്റെ ഗ്ലാസിന് നേരെ ആഞ്ഞെറിഞ്ഞു. ഠമാർ എന്ന ശബ്ദത്തോടെ അത് ചിന്നിച്ചിതറി. ഒരു നിമിഷത്തെ ആവേശത്തിൽ എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഭയം വന്നവന്റെ നെഞ്ചിനെ പൊതിഞ്ഞു. "ആരെങ്കിലും കണ്ടോ?" അവൻ ചുറ്റും നോക്കി. ഇല്ല, ആരുമില്ല. അവൻ ഇരുട്ടിലേക്ക് ഊടിമറയുമ്പോൾ അവന്റെ മനസ്സിലൊരുതരം ആനന്ദം നിറഞ്ഞു. നാളെ രാവിലെ ടയർ പഞ്ചറായി ഹെഡ്ലൈറ്റ് പൊട്ടി നിസ്സഹായനായി നിൽക്കുന്ന വിജയൻ മാഷിന്റെ മുഖമോർത്തപ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു ഗൂഢമായ ചിരി വിരിഞ്ഞു. പിറ്റേന്ന് രാവിലെ അജു സ്കൂളിലെത്തിയത് തലേ ദിവസത്തെ യുദ്ധം ജയിച്ച ഒരു രാജാവിന്റെ മനോഭാവത്തോടെയായിരുന്നു. അവൻ വിജയൻ മാഷ് വരാനായി കാത്തിരുന്നു. അദ്ദേഹത്തിന്റെ ദേഷ്യം പിടിച്ച മുഖം കാണാൻ, ഒരുപക്ഷെ ഹെഡ്മാസ്റ്ററോട് പരാതി പറയുന്നത് കേൾക്കാൻ. എന്നാൽ ആദ്യത്തെ പീരീഡ് കഴിഞ്ഞിട്ടും വിജയൻ മാഷ് വന്നില്ല. പകരം ക്ലാസ്സിലേക്ക് വന്നത് ഹെഡ്മാസ്റ്റർ രാഘവൻ പിള്ള സാറായിരുന്നു. "കുട്ടികളെ, വിജയൻ മാഷിന്റെ ഭാര്യയെ ഇന്നലെ രാത്രി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. കുറച്ച് സീരിയസ് ആണ്. അതുകൊണ്ട് മാഷിനിന്ന് വരാൻ കഴിയില്ല." ഹെഡ്മാസ്റ്ററുടെ വാക്കുകൾ കേട്ടപ്പോൾ അജുവിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഞെട്ടലുണ്ടായി. എങ്കിലും താൻ ചെയ്ത പ്രവൃത്തിയുടെ പ്രത്യാഘാതം അതായിരിക്കുമെന്നവൻ കരുതിയില്ല. അവനത് പുറമെ പ്രകടിപ്പിക്കാതെ മാഷ് വരാത്തതിലുള്ള സന്തോഷം നടിച്ചു. എന്നാൽ ഉച്ചയോടെയാണ് ആ വാർത്ത ഒരു കാട്ടുതീ പോലെ സ്കൂളിൽ പടർന്നത്. ലൈബ്രറിയിൽ നിന്ന് മടങ്ങിവരികയായിരുന്ന ടീച്ചർമാർ പരസ്പരം പറയുന്നത് അവൻ യാദൃശ്ചികമായി കേട്ടു. പാവം വിജയൻ മാഷ്. രാത്രി ഭാര്യയ്ക്ക് പ്രസവവേദന തുടങ്ങിയപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയതാ. ബൈക്കെടുത്ത് നോക്കുമ്പോൾ രണ്ടും പഞ്ചറായിരുന്നു. ഹെഡ്ലൈറ്റും ആരോ തല്ലി പൊട്ടിച്ചിരിക്കുന്നു. ആ മഴയത്ത് വേറൊരു വണ്ടിയും കിട്ടാതെ നിസ്സഹായനായി നിന്ന് കരയുകയായിരുന്നു പോലും. അവസാനം ഭാര്യയും താങ്ങി കിലോമീറ്ററുകളോളം മടന്നിട്ട ഒരു ഓട്ടോ കിട്ടിയത്. ആ വാക്കുകൾ ഒരു ഇടിത്തീ പോലെയാണ് അജുവിന്റെ നെഞ്ചിൽ തറച്ചത്. അവന്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. കൈകാലുകൾ മരവിച്ചു. താൻ ചെയ്ത പ്രതികാരത്തിന്റെ ഭീകരമായ രക്തം പുരണ്ട മുഖം അവൻ ആദ്യമായി തിരിച്ചറിഞ്ഞു. അതൊരു സ്കൂട്ടറിന്റെ ടയർ മാത്രമായിരുന്നില്ല. ഒരു ജീവൻ രക്ഷിക്കാനുള്ള അവസാനത്തെ ആശ്രയമായിരുന്നു താൻ തകർത്തത്. കളിച്ചും ചിരിച്ചും നിസ്സാരമായി കണ്ട അവന്റെ കൗമാരത്തിലേക്ക് കുറ്റബോധത്തിന്റെ ആദ്യത്തെ കറുത്ത നീണ്ട നിഴൽ വീണു. ദിവസങ്ങൾക്ക് ശേഷം
വിജയൻ മാഷ് ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ മുഖം വല്ലാതെ ക്ഷീണിച്ചിരുന്നു. കണ്ണുകൾക്ക് താഴെ കറുപ്പ് പടർന്നിരുന്നു. ക്ലാസ് തുടങ്ങിയപ്പോൾ അദ്ദേഹം കണക്ക് പുസ്തകം തുറന്നില്ല. പകരം നിറഞ്ഞ കണ്ണുകളോടെ ഇടറിയ ശബ്ദത്തിൽ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം എന്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു രാത്രിയായിരുന്നു. ഒരു ഭർത്താവെന്ന നിലയിൽ, ഒരു അച്ഛനാകാൻ പോകുന്ന മനുഷ്യനെന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് എന്റെ പ്രിയപ്പെട്ടവളുടെ കൂടെ ശരിയായ രീതിയിൽ എത്താൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ കൺമുന്നിൽ അവൾ വേദന കൊണ്ട് പുളയുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു. ആരാണ് എന്റെ വാഹനത്തോട് ആ ക്രൂരത ചെയ്തതെന്നോ എന്തിനാണത് ചെയ്തതെന്നോ എനിക്കറിയില്ല. അവരോടെനിക്ക് ദേഷ്യമില്ല, പരിഭവമേ ഉള്ളൂ. പക്ഷെ ദൈവം വലിയവനായിരുന്നു. എന്റെ കുഞ്ഞിനും ഭാര്യയ്ക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന അവസാനത്തെ വാചകം പറയുമ്പോൾ അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിതുമ്പുന്നുണ്ടായിരുന്നു. ആ വാക്കുകൾ കേട്ട് സ്കൂൾ മുഴുവൻ ശ്വാസമടക്കിയിരുന്നു. പെൺകുട്ടികളിൽ പലരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നാൽ അജുവിന് ശ്വാസം വിലങ്ങുന്നതുപോലെ തോന്നി. അവന്റെ നെഞ്ച് പിളർന്നു പോകുന്ന വേദന, ഓരോ വാക്കും ഒരു ചാട്ടവാടടി പോലെ അവന്റെ ആത്മാവിൽ പതിച്ചു. ആ നിമിഷം ഭൂമി പിളർന്ന് താൻ അതിലേക്ക് താഴ്ന്നു പോയിരുന്നെങ്കിൽ എന്നവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അന്നുമുതൽ അജുവിന് വിജയൻ മാഷിനെ നേർക്കുനേർ നോക്കാൻ ധൈര്യമില്ലാതായി. അവന്റെ ചിരി മാഞ്ഞു. കളികളിലെ ആവേശം കെട്ടടങ്ങി. അവൻ കൂടുതൽ സമയവും ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങി. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് സ്കൂളിന്റെ പടി ഇറങ്ങുമ്പോൾ, സഹപാഠികൾ പരസ്പരം യാത്ര പറഞ്ഞു പിരിയുമ്പോൾ അവന്റെ മനസ്സിൽ മായാത്തൊരു മുറിപ്പാടായി, ചോര വാർന്നു നിൽക്കുന്ന ഒരു ഓർമ്മയായി ആ സംഭവം അവശേഷിച്ചു. വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. അജു പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒരുപക്ഷെ അത് ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തത്തിന്റെ ആദ്യ പടിയായിരുന്നിരിക്കാം. അവൻ കൊച്ചിയിലെ ഇൻഫോപാർക്കിൽ ഒരു വലിയ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി നേടി. പുതിയ നഗരം, പുതിയ ജീവിതശൈലി, പുതിയ സുഹൃത്തുക്കൾ. തിരക്കിട്ട ഓഫീസ് ജീവിതത്തിനിടയിൽ അവൻ മനയ്ക്കപ്പടിയിലെ പഴയ ഓർമ്മകളെ മറക്കാൻ ശ്രമിച്ചു. എന്നാൽ രാത്രിയുടെ നിശ്ശബ്ദതയിൽ ബാൽക്കണിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, മഴ തകർത്തു പെയ്യുന്ന രാത്രികളിൽ വിജയൻ മാഷിന്റെ കരയുന്ന മുഖം ഒരു പേടിസ്വപ്നം പോലെ അവനെ വേട്ടയാടി. പലപ്പോഴും അവൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. വിയർത്തൊലിച്ച ശരീരവുമായി അവൻ ഏറെ നേരം ഇരിക്കും. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൻ പഴയ ചങ്ങാതി സൂരജിനെ വിളിക്കും. നാട്ടുവിശേഷങ്ങൾ പറയുന്നതിനിടയിൽ വളരെ സ്വാഭാവികമെന്നോണം അവൻ ചോദിക്കും, എടാ, നമ്മുടെ വിജയൻ മാഷ് ഇപ്പൊ എവിടെയാണെന്ന് നിനക്ക് വല്ല വിവരമുണ്ടോ? ഇല്ലടാ, മാഷ് അവിടുന്ന് സ്ഥലം മാറിപ്പോയെന്നാ കേട്ടത്. പിന്നെ ആരും കണ്ടിട്ടില്ല, സൂരജ് മറുപടി പറയും. മാഷിനെ ഒരു നോക്ക് കാണണം, ആ കാലുകളിൽ വീണ് മാപ്പു പറയണം എന്ന അടങ്ങാത്ത ആഗ്രഹം ഒരു വിങ്ങലായി അവന്റെ ഉള്ളിൽ അനുദിനം വളർന്നു. പക്ഷേ എവിടെ പോയി തിരയാൻ? കാലം മായ്ക്കാത്ത ആ മുറിവ് ഒരുണങ്ങാത്ത വ്രണം പോലെ അവന് നീറ്റിക്കൊണ്ടേയിരുന്നു. അന്നൊരു കർക്കിടക മാസത്തിലെ കറുത്ത വാവിനോടടുത്ത രാത്രിയായിരുന്നു. കൊച്ചി നഗരത്തെ തോരാത്ത പെരുമഴ പൊതിഞ്ഞിരുന്നു. ഓഫീസിലെ ജോലി കഴിഞ്ഞ് കാക്കനാട്ടെ ഫ്ളാറ്റിലേക്ക് ബൈക്കിൽ മടങ്ങുകയായിരുന്നു അജു. റോഡിൽ വാഹനങ്ങൾ കുറവായിരുന്നു. ഹെൽമറ്റിന്റെ വൈപ്പറിനിടയിലൂടെ മുന്നിലെ കാഴ്ച അവ്യക്തമായിരുന്നു. മഴത്തുള്ളികൾ അവന്റെ മുഖത്തേക്ക് ഒരുപാട് സൂചികൾ ഒരുമിച്ച് തറയ്ക്കുന്നതുപോലെ അടിച്ചുകൊണ്ടിരുന്നു. അവന്റെ മനസ്സ് പതിവ് പോലെ പഴയ ഓർമ്മകളുടെ കയത്തിലേക്ക് ഊഴിയിട്ടു. മനയ്ക്കപ്പടിയിലെ സ്കൂൾ, ചൂരൽപ്പാടുകൾ, മഴയുള്ള ആ രാത്രി, വിജയൻ മാഷ്. പെട്ടെന്നാണ് എതിരെ വന്ന ഒരു ലോറിയുടെ തീക്ഷ്ണമായ ഹെഡ്ലൈറ്റ് അവന്റെ കണ്ണിലേക്ക് തുളച്ചു കയറിയത്. വെളിച്ചത്തിന്റെ ആ പ്രളയത്തിൽ അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷമെല്ലാം സ്തംഭിച്ചുപോയി. ചെവി തുളയ്ക്കുന്ന ഒരു വലിയ ശബ്ദത്തോടെ ആ ഭീമാകാരമായ വാഹനം അവന്റെ ബൈക്കിന്റെ പിന്നിലിടിച്ചു. അവൻ വായുവിലേക്ക് തെറിച്ചുപോയി. നിലത്ത് വീഴും മുൻപ് അവന്റെ ബോധം മറയുന്ന അവസാന നിമിഷത്തിൽ മനസ്സിൽ അവസാനമായി തെളിഞ്ഞത് വിജയൻ മാഷിന്റെ കണ്ണുനീർ നിറഞ്ഞ മുഖമായിരുന്നു. കണ്ണു തുറന്നപ്പോൾ അജു ഒരാശുപത്രിയുടെ മുറിയിലായിരുന്നു. വെള്ള പുതച്ച ചുമരുകൾ, ഡെറ്റോളിന്റെയും മരുന്നുകളുടെയും രൂക്ഷഗന്ധം. അവന്റെ കാലുകൾക്ക് ഭാരം നഷ്ടപ്പെട്ടതുപോലെ, ശരീരത്തിന്റെ ഭാഗമല്ലാത്തതുപോലെ തോന്നി. ഡോക്ടറുടെ വാക്കുകൾ ഒരു ദൂരെ നിന്നുവരുന്ന പ്രതിധ്വനി പോലെയാണ് അവൻ കേട്ടത്. നട്ടെല്ലിന് വളരെ ഗുരുതരമായ പരിക്കുണ്ട്, ഒരുപാട് ഒടിവുകളുണ്ട്. ഒരുപക്ഷേ ഇനി കാലുകൾക്ക് ചലനശേഷി പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിഞ്ഞെന്നു വരില്ല. ആ വാക്കുകൾ അവന്റെ ലോകം തകർത്തു. അവൻ മരവിച്ചിരുന്നുപോയി. അവന്റെ അമ്മയുടെ നെഞ്ചത്തടിച്ചുള്ള കരച്ചിൽ ആ മുറിയിൽ മുഴങ്ങി. ദിവസങ്ങളോളം അവൻ ആരോടും സംസാരിച്ചില്ല, ഒന്നും കഴിച്ചില്ല. ജനലിലൂടെ പുറത്തേക്ക് ശൂന്യമായി നോക്കിയിരിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ ആശുപത്രി വരാന്തയിലെ ഒരു രൂപത്തിൽ ഉടക്കി നിന്നു. ആശുപത്രി വരാന്തയിലൂടെ പതിയെ നടന്നുപോകുന്ന ഒരാൾ. മുടി ഒരുപാട് നരച്ചിരിക്കുന്നു.
ശരീരമാകെ ക്ഷീണിച്ചിരിക്കുന്നു. രൂപത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പക്ഷേ ആ നടത്തം, ആ നിൽപ്പ്, അജുവിന് ആ രൂപം തിരിച്ചറിയാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. വിജയൻ മാഷ്. അപകടവാർത്തയറിഞ്ഞ് പഴയ ഒരു സഹപ്രവർത്തകന്റെ മകനാണ് അപകടത്തിൽപ്പെട്ടതെന്നറിഞ്ഞ് കാണാൻ വന്നതായിരുന്നു വിജയൻ മാഷ്. അജുവിനെ ആ കോലത്തിൽ ജീവച്ഛവമായി കിടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചു തകർന്നു. അദ്ദേഹം അവന്റെ അടുത്തേക്ക് വന്നു. വാത്സല്യത്തോടെ അവന്റെ നെറുകയിൽ തലോടി. മോനെ, അജു, വിഷമിക്കരുത്. എല്ലാം ശരിയാകും. ധൈര്യമായിരിക്കണം. മാഷിന്റെ ആ സ്നേഹസ്പർശത്തിൽ, ആ ശബ്ദത്തിൽ അജുവിന്റെ എല്ലാ നിയന്ത്രണങ്ങളും തകർന്നുപോയി. അവനൊരു കൊച്ചുകുട്ടിയെപ്പോലെ വാവിട്ടു പൊട്ടിക്കരഞ്ഞു. എന്തിനാണ് മോനെ ഇങ്ങനെ കരയുന്നത്? അപകടം പറ്റിയതിലുള്ള വിഷമം കൊണ്ടാണോ? മാഷ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അല്ല, അപകടത്തിൽപ്പെട്ടതല്ല താൻ കരയുന്നതെന്ന്. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ഭാരം ഇറക്കിവയ്ക്കാനാവാതെയാണ് താൻ പിടയുന്നതെന്ന് അവന് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ വാക്കുകൾ അവന്റെ തൊണ്ടയിൽ കുരുങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. അജുവിന്റെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് വീശിയടിക്കുകയായിരുന്നു. മാഷിനോടെല്ലാം തുറന്നു പറയണമോ വേണ്ടയോ എന്ന ചിന്ത അവനെ വേട്ടയാടി. ഒടുവിൽ അവൻ തീരുമാനിച്ചു, ഇനിയും ഈ ഭാരം ചുമന്നുകൊണ്ട് ജീവിക്കാനാവില്ല. ഒരു ദിവസം വൈകുന്നേരം മാഷ് അവനെ കാണാൻ വന്നപ്പോൾ മുറിയിൽ മറ്റാരുമില്ലായിരുന്നു. അവൻ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു, മാഷേ, എന്താ മോനെ? മാഷ് സ്നേഹത്തോടെ ചോദിച്ചു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് മനയ്ക്കപ്പടിയിൽ സ്കൂളിൽ വെച്ച് അന്ന് മാഷിന്റെ ബൈക്ക്, അതിന്റെ ടയറ്, ഹെഡ്ലൈറ്റ്, അത് ഞാനായിരുന്നു മാഷേ. വാക്കുകൾ പൂർത്തിയാക്കാൻ അവനായില്ല. അവൻ വീണ്ടും തേമി കരഞ്ഞു. ആ കണ്ണുനീരിൽ വർഷങ്ങളുടെ കുറ്റബോധം മുഴുവൻ അലിഞ്ഞു ചേർന്നിരുന്നു. അജുവിന്റെ ഏറ്റുപറച്ചിൽ കേട്ട മാഷ് ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി. അദ്ദേഹത്തിന്റെ മുഖത്ത് ഞെട്ടലും വേദനയും സഹതാപവും മിന്നിമറഞ്ഞു. വർഷങ്ങളായി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയ്ക്ക്, ഒരിക്കലും മറക്കാനാവാത്ത ആ കറുത്ത രാത്രിക്ക് കാരണമായത് മുന്നിലിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ ഉലച്ചു. കുറച്ചുനേരത്തെ ഭയാനകമായ മൗനത്തിനു ശേഷം അദ്ദേഹം അജുവിന്റെ കൈയിൽ മുറുകെ പിടിച്ചു. ആ കണ്ണുകളിൽ അപ്പോഴും വാത്സല്യം നിറഞ്ഞിരുന്നു. ദേഷ്യത്തിന്റെ ഒരു കണിക പോലുമില്ലായിരുന്നു. എനിക്കത് അന്നേ സംശയമുണ്ടായിരുന്നു അജു, പിറ്റേ ദിവസങ്ങളിൽ നിന്റെ മുഖത്തെ ഭയവും കുറ്റബോധവും കണ്ടപ്പോൾ. പക്ഷേ സാരമില്ല മോനെ, അതെല്ലാം കഴിഞ്ഞില്ലേ. അന്ന് നിന്റെ പ്രായത്തിൽ അത്രയും അപമാനം തോന്നുമ്പോൾ ഒരുപക്ഷേ ഞാനായിരുന്നെങ്കിലും അങ്ങനെ ചെയ്തേനെ. നീ ഇനി അതോർത്ത് ഒരു തരിമ്പ് പോലും വിഷമിക്കരുത്. ഞാനതെല്ലാം അന്നുതന്നെ മറന്നു, ക്ഷമിച്ചു. ആ വാക്കുകൾ ഒരു പെരുമഴ പോലെ അജുവിന്റെ ഉള്ളിലെ കുറ്റബോധത്തിന്റെ കനലുകളെ പൂർണ്ണമായി അണച്ചു. അവൻ മാഷിന്റെ കൈകളിൽ മുഖം ചേർത്ത് കരഞ്ഞു. അതൊരു പാപമോചനത്തിന്റെ, പുതിയൊരു ജീവിതത്തിലേക്കുള്ള തിളിച്ചുപോക്കിന്റെ കണ്ണുനീരായിരുന്നു. ആ ദിവസത്തിനു ശേഷം അജുവും വിജയൻ മാഷും തമ്മിൽ ഒരു പുതിയ ആഴമുള്ള ബന്ധം രൂപം കൊണ്ടു. അതൊരു ഗുരുശിഷ്യബന്ധമായിരുന്നില്ല. അതിനേക്കാളുപരി ഒരച്ഛനും മകനും തമ്മിലുള്ളതായിരുന്നു. മാഷ് പതിവായി അവനെ ആശുപത്രിയിൽ സന്ദർശിച്ചു. അവന് പുസ്തകങ്ങൾ വായിച്ചു കൊടുത്തു. അവന് ധൈര്യം പകർന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ ഭാര്യയെയും മകളെയും കൂട്ടിവന്നു. അന്ന് ആ രാത്രിയിൽ ജനിച്ച മകൾ. നിഷ്കളങ്കമായി ചിരിക്കുന്ന ആ 8 വയസ്സുകാരിയെ കണ്ടപ്പോൾ അജുവിന്റെ നെഞ്ചിലൊരു വേദനയുണ്ടായി. താൻ കാരണം ഒരുപക്ഷേ ഈ ലോകം കാണാതെ പോകേണ്ടി വരുന്ന ജീവനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന ചിന്ത അവനെ വേട്ടയാടി. എങ്കിലും ആ കുട്ടിയുടെ സാന്നിധ്യം അവനൊരു പുതിയ തിരിച്ചറിവ് നൽകി. ജീവിതം തിരികെ നൽകിയ സമ്മാനം. വിജയൻ മാഷിന്റെയും കുടുംബത്തിന്റെയും പിന്തുണ അജുവിന് അതിജീവനത്തിനുള്ള കരുത്തു നൽകി. ശാരീരികമായ പരിമിതികൾ അവനെ മാനസികമായി തളർത്താൻ അവൻ അനുവദിച്ചില്ല. ജീവിതം വീൽചെയറിലായെങ്കിലും തന്റെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ അവൻ തീരുമാനിച്ചു. അത് ഒരു തരത്തിൽ അവൻ കണ്ടെത്തിയ പ്രായശ്ചിത്തമായിരുന്നു. അവൻ കുട്ടികൾക്ക് ഓൺലൈനായി സൗജന്യമായി ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. അതിൽ ഭൂരിഭാഗവും വിജയൻ മാഷ് പഠിപ്പിക്കുന്ന സ്കൂളിലെ സാമ്പത്തികമായി പിന്നോട്ടു നിൽക്കുന്ന കുട്ടികളായിരുന്നു. ഓരോ കുട്ടിയുടെയും സംശയങ്ങൾ ക്ഷമയോടെ തീർത്തുകൊടുക്കുമ്പോൾ, അവരെ കണക്കിലെ സങ്കീർണമായ സമവാക്യങ്ങൾ ലളിതമായി പഠിപ്പിക്കുമ്പോൾ, അവൻ യഥാർത്ഥത്തിൽ ഒരു പുതിയ ഗുരുവായി മാറുകയായിരുന്നു. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. വിജയൻ മാഷ് മനയ്ക്കപ്പടി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ദിവസമായിരുന്നു അത്. സ്കൂൾ മുറ്റം മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെക്കൊണ്ട് നിറഞ്ഞിരുന്നു. ആ ചടങ്ങിൽ ആശംസയർപ്പിക്കാൻ അജുവും എത്തിയിരുന്നു, തന്റെ വീൽചെയറിൽ. അവന്റെ ഉറമെത്തിയപ്പോൾ അവൻ മൈക്കിനരികിലേക്ക് നീങ്ങി. അവന്റെ ശബ്ദം ഇടറിയില്ല.
വാക്കുകൾക്ക് വ്യക്തതയുണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. വിജയൻ മാഷിനെക്കുറിച്ച് പറയാൻ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ യോഗ്യതയില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ എന്നേക്കാൾ നന്നായി മാഷെ മനസ്സിലാക്കിയ മറ്റൊരാളുമുണ്ടാവില്ല. അദ്ദേഹം എനിക്ക് ഗണിതശാസ്ത്രം മാത്രമല്ല പഠിപ്പിച്ചു തന്നത്, ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായ ക്ഷമ എന്താണെന്നും ഒരു മനുഷ്യൻ എങ്ങനെയാവണമെന്നും എന്നെ പഠിപ്പിച്ചു തന്ന എന്റെ പ്രിയപ്പെട്ട മാഷാണദ്ദേഹം. അവൻ സംസാരിച്ചു നിർത്തുമ്പോൾ സദസ്സിലിരുന്ന വിജയൻ മാഷിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അതൊരു സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. കുറ്റബോധത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പാപമോചനത്തിന്റെ വെളിച്ചത്തിലേക്ക് നടന്നുകയറി പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്ത തന്റെ വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള അഭിമാനത്തിന്റെ കണ്ണുനീർ. ചടങ്ങ് കഴിഞ്ഞ് അവരൊരുമിച്ച് സ്കൂൾ വരാന്തയിലൂടെ നടക്കുമ്പോൾ പുറത്ത് ചാറ്റൽ മഴ തുടങ്ങിയിരുന്നു. മഴ തോർന്നു നിന്ന ആകാശത്ത് മനയ്ക്കപ്പടി ഗ്രാമത്തിനു മുകളിലായി 7 അഴകുള്ള ഒരു മഴവില്ല വിരിഞ്ഞു നിന്നിരുന്നു.